വീട്ടിൽ നൂഡിൽസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോളൂ. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി കണ്ടു. ഞാനിവിടെ ഹക്ക നൂഡിൽസ് ഒരു 3-4 ബ്ലോക്ക് എടുത്തിട്ട് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. വെള്ളം ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നൂഡിൽസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടുന്നതാണ്. ഇത് വെള്ളത്തിൽ നിന്നും മാറ്റി കുറച്ചെടുത്ത് ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 6 മിനിറ്റ് 180 ഡിഗ്രിയിൽ വെച്ചാൽ തന്നെ അത് ഫ്രൈ ആയി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു പാനിലേക്ക് ഞാൻ 1/4 കപ്പ് ടൊമാറ്റോ സോസിലേക്ക് റെഡ് ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കും. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതീയിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, റെഡ്, യെല്ലോ, ഗ്രീൻ ക്യാപ്സിക്കം ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാബേജ് കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചൂടാക്കി വെച്ചിട്ടുള്ള സോസ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള വേവിച്ച നൂഡിൽസ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൂഡിൽസ് പാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് മണിയനെ കൂടി അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അമേരിക്കൻ ചോപ്സ് ആയിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ട്രീയിലേക്ക് ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് സോസി നൂഡിൽസ് കൂടി ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ടുണ്ടല്ലോ ഞാൻ 2 ബുൾസൈ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. സംഭവം സെറ്റ്. ഇത്രയേ ഉള്ളൂ. അമേരിക്കൻ ചോപ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നൂഡിൽസ് കൊണ്ട് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലോസ്കി ആയിട്ട് പേജ് ഇനിയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ.